മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കപ്പലിന്റെ മാതൃകയുമായാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, പലതരം പ്രതിഷേധം സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട്. ഈ പത്തനംതിട്ടയിൽ മന്ത്രിയുടെ നാട്ടിൽ എങ്ങനെയാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട നടക്കുന്നത്. പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെയും BJP-യുടെയും അതുപോലെ തന്നെ യുവമോർച്ച അടക്കമുള്ള സംഘടനാ പ്രതിഷേധങ്ങൾ ഇന്ന് രാവിലെ പോലെ നടക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ആണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തില് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ടൊരു പ്രതിഷേധം, അതായത് കപ്പലിന്റെ മാതൃകയിൽ പ്രതീകാത്മകമായി നിർമ്മിച്ചുകൊണ്ട് നഗരത്തിൽ പ്രദക്ഷിണം വെച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കപ്പലുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടു നടന്ന് പ്രതിഷേധിക്കുന്നത്. ഏതായാലും സെൻട്രൽ ജംഗ്ഷനിൽ ഇപ്പോൾ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. വലിയ പോലീസിന്റെ സംരക്ഷണം കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരം അക്രമങ്ങൾ ഉണ്ടായാലും അത്തരത്തിലുള്ള ഒരു തടസ്സപ്പെടുന്നതിന് വേണ്ടി പോലീസുണ്ട്. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിന്റെയും പ്രതീകാത്മകമായുള്ള പടങ്ങൾ വെച്ചുകൊണ്ട് കപ്പലിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ കപ്പൽ നിർമ്മിച്ച് പല സ്ഥലങ്ങളിലും ഈ പത്തനംതിട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ ടൗണിനെ ചുറ്റി കൊണ്ടുവരുന്ന ശേഷം സമാപനമാണ് സെൻട്രൽ ജംഗ്ഷനിൽ നടക്കുന്നത്. ഏതായാലും CPM ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പാണ് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടന്നത്. മന്ത്രിക്ക് എല്ലാ വിധമുള്ള സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വേറിട്ട രീതിയിലുള്ള പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രതിഷേധിക്കുന്നത്. ശ്രീജ, മന്ത്രി വീണ ജോർജിന്റെ നിയമസഭയിൽ നടത്തിയ ഒരു പരാമർശത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് കപ്പലിന്റെ മാതൃകയുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അന്ന് മന്ത്രി വീണ ജോർജ് ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്നൊരു പ്രസ്താവന നിയമസഭയിൽ നടത്തിയിരുന്നു. അത് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വീണ ജോർജിൻ്റെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും കോലം ധരിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം, ഒരു കപ്പലുമായി പ്രതിഷേധം ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുന്നത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.